നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ മല കയറി പെൺകുട്ടികൾ ഈ പൂജ നടത്തിയാൽ ഫലം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇന്നുവരെ ഒരു സ്ത്രീയും ആ മല കയറി ഈ പൂജ നടത്തിയിട്ടില്ല. വനദുർഗാ ഭാവത്തിലുള്ള പാർവതീദേവിയുടെയും ഭഗവാൻ പരമശിവന്റെയും അനുഗ്രഹം കിട്ടുന്ന സ്ത്രീകൾക്ക് മാത്രമേ ആ മല കയറി മുകളിലെത്താൻ സാധിക്കൂ. നിർഭാഗ്യവശാൽ ഇന്നുവരെ ഒരു സ്ത്രീയും ആ മലമുകളിലെത്തി ഈ പൂജ നടത്തിയിട്ടില്ല. ഇതൊക്കെ വെറുതെ കെട്ടുകഥകൾ പറയുന്നതാ. സ്ത്രീകൾക്ക് മല കയറി അവിടെ എത്താൻ പറ്റില്ല പോലും. ബഹിരാകാശത്ത് പോലും സ്ത്രീകൾ പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നതേ ഉള്ളൂ. പിന്നെയാണോ ഒരു മലമുകളില്? കുട്ടി, പരിഹസിക്കരുത്. വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണത്. കാട്ടുകൊള്ളക്കാരും വന്യമൃഗങ്ങളും ഒക്കെ ഉള്ള സ്ഥലം. നിങ്ങൾ ചുറ്റിലും കാണുന്ന ക്ഷേത്രങ്ങൾ പോലെ ദിവസവും പൂജയുള്ള ക്ഷേത്രമല്ലത്. ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ അവിടെ പൂജയുള്ളൂ. 5 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത്രയും ദിവസം ആ നട തുറന്നിരിക്കുന്നത്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അർച്ചനയും കൊണ്ട് ഞാൻ ആ മല കയറിക്കോളാം. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് പോയി പൂജ ചെയ്താലും പോരെ? പോരാ. പെൺകുട്ടികൾക്ക് സന്താന ലബ്ധിക്കായി പെൺകുട്ടികൾ തന്നെ പോയി പ്രാർത്ഥിക്കണം. ഭർത്താവിന് സഹായത്തിനായി ഒപ്പം ചെല്ലാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇത്ര അപകടം പിടിച്ച സ്ഥലത്ത് ഇവര് പോണോ തിരുമേനി? മറ്റെന്തെങ്കിലും പ്രതിവിധി നോക്കിക്കൂടെ? വേണ്ടമ്മേ, ഞങ്ങള് പൊയ്ക്കോളാം. വേണമെങ്കിൽ ഇവരുടെ സഹായത്തിന് ഞാൻ കൂടി പോവാം. അത് നല്ലതാ. ഞങ്ങൾക്കൊരു സമാധാനവും കിട്ടും. അല്ലേ കമലേ? അതെ. അനൂപ് കൂടെ ഇവരുടെ പോട്ടെ. അനുപേട്ടം വരണമെന്നില്ല, ഞങ്ങൾ പൊയ്ക്കോളാം. അത് വേണ്ട. അങ്ങനെ നിങ്ങളെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല. ഞാൻ കൂടെ വരാം. ഇവനെന്തിനാ ഇങ്ങനെ വലിഞ്ഞേറി കൂടെ വരുന്നേ? എങ്ങനെയെങ്കിലും ഞാൻ പാതി വഴിയിൽ ഇവരുടെ നേർച്ച മുടക്കാൻ നോക്കുമ്പോ ഇവനും കൂടി വന്ന അതാകെ കുഴപ്പോ. എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച് ഇവനെ തടയണമല്ലോ. അല്ല, അനൂപ് വരേണ്ട കാര്യമൊന്നുമില്ല. ഞാനും ഇവരുടെ കൂടെ പോകുന്നുണ്ടല്ലോ. മോളെ, പറയുന്ന കേൾക്ക്. അനൂപും കൂടി നിങ്ങളുടെ കൂടെ വരും. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കൊരു സമാധാനം വേണ്ടേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.